ദേശീയപാത 766 ഗതാഗത നിരോധനത്തിനെതിരെയുള്ള സമരത്തിന് മാനന്തവാടി രൂപത പിന്തുണ പ്രഖ്യാപിച്ചു. 6-ാം തീയതി ബത്തേരിയിൽ ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തുമെന്നും രൂപത അധികൃതർ വ്യക്തമാക്കി. വയനാട് മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന യാത്രാ നിരോധനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതിനിടെയാണ് ഗതാഗത നിരോധനം പകൽ സമയത്തേക്ക് കൂടി നീട്ടാനുള്ള ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗതാഗത നിരോധനം സംബന്ധിച്ച കേസ് പരിഗണിക്കവേ പരിസ്ഥിതി മന്ത്രാലയത്തോട് സുപ്രീം കോടതി ഇക്കാര്യം ആരാഞ്ഞിരുന്നു. ദേശീയപാത 766 ഇപ്പോഴത്തെ രാത്രി നിരോധനം തന്നെ മേഖലയിലെ ജനങ്ങളെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ബത്തേരിയിൽ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപവാസവും ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമരത്തിനാണ് മാനന്തവാടി രൂപത പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രൂപതയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബത്തേരിയിലെ സമരപന്തലിലെത്തിയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. വികാരി ജനറൽ ഫാദർ അബ്രഹാം നെല്ലിക്കാൽ വയനാട്ടിലെ ജനങ്ങളുടെ ദുരിതം പങ്കുവച്ചു. വയനാട് ഒരു പരിധിവരെ വളരെയധികം ദുഃഖാവസ്ഥയിലാണ്. കാരണം ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ കേരളത്തിന്റെ ഭാഗമാക്കി ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ഞങ്ങളെ ഞെരിച്ചു കൊല്ലാനാണോ എന്ന് പോലും. കാരണം ഇതിനേക്കാൾ മനോഹരമായ വിധത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരുപക്ഷെ ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ എവിടെയെങ്കിലും പുറത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അഭയാർത്ഥിയായിട്ട് ജീവിക്കുന്നതാണ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ബത്തേരിയിൽ 6-ാം തീയതി വിവിധ ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിൽ റാലി നടക്കും. അസംഷൻ ഫൊറോന പള്ളിയിൽ നിന്ന് സ്വതന്ത്ര മൈതാനിയിലേക്കാണ് പ്രതിഷേധ റാലി നടക്കുക. ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിൽ രാത്രി ഗതാഗതത്തിന് 2010-ലാണ് കർണാടക ഹൈക്കോടതി ഉത്തരവിറക്കിയത്. വന്യജീവികൾക്ക് കനത്ത ഭീഷണി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഉത്തരവ്. ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും NHN റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയും സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകിയിരിക്കുകയാണ്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വയനാട്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.